നിനക്കറിയാറുണ്ടോ സീര് അറിയില്ലയോ? നമുക്ക് ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ ഒന്നും ഇല്ലാതെ നിനക്കറിയില്ലയോ സീര്? അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ശരിയാ. പക്ഷെ ഇവൻ എന്നും 10ാമത്തെ ദിവസം മുതൽ ഉപദേശിക്കാൻ തുടങ്ങി വരും കേട്ടോ. 10ാമത്തെ ദിവസം മുതൽ ഇങ്ങനെ അടി തുടങ്ങിയതാണ് നമ്മളോട്. എന്നിട്ട് ഇവരാണെങ്കിൽ അപ്പൊ ഇവ പറയും പിള്ള എന്തോ നമുക്ക് ഇങ്ങനെ നടന്നാൽ മതി, ഇപ്പോഴേക്കും പിള്ളേർ വരുമ്പോ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അന്ന് വിചാരിച്ചു അയച്ചതൊക്കെ വിചാരിച്ചു കേട്ടോ. നമുക്കൊന്നും അറിയത്തില്ല. അന്നേരം അതെല്ലാം കഴിഞ്ഞിട്ട് ഈ എന്താ പറയുന്നത് 2004 ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ്. ഇല്ല ജോലിക്കൊന്നും പോകാൻ തുടങ്ങിയില്ല. നമ്മൾക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല. പോയ ഉടനെ കളകൾ നമ്മൾ ആരുടെ കൂടെ പോയെന്നാ. നിന്നോട് പറയണമെങ്കിൽ ഇവിടെ നടക്കുന്ന നീ നമ്മൾ പെണ്ണുങ്ങൾ ശരിക്കും സൂക്ഷിക്കണം. എന്തുവാ ഞാനിവിടെ ഈ പണ്ണോട്ടൂരാണ് താമസിക്കുന്നത്. പണ്ണോട്ടൂർ എന്ന് പറയുന്ന ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷെ ഭയങ്കര ഗ്രാമങ്ങളാണ്. നമ്മൾ വേറെ കണ്ടൊക്കെയാണ് താമസിക്കുന്നത്. അതുപോലെ നിനക്കറിയാം നമ്മൾ ഏതെങ്കിലും ഫ്ലാറ്റിൽ താമസിക്കാൻ നമുക്ക് റസീറ്റ് വരുന്നില്ല. നീ പറയാം നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് വാടക തിരിച്ചു താമസിക്കുന്നത് പോലെയുള്ള 1000 തരുന്നത് ആണോ അയ്യോ? നമ്മൾ ആദ്യം ആ മറ്റേ താമസിച്ചില്ല സുധാകോപ്രേഷന് അവിടെ താമസിച്ചത്. അന്നേരം അങ്ങനെ ക്യാഷായിട്ട് വേണം. എന്നിട്ട് അങ്ങനെ വെറുതെ ഫുഡ് പോയപ്പോൾ അതിനകത്ത് 107 മാത്രമേ എനിക്ക് തരും. ക്യാഷായിട്ട് കൊടുക്കുന്നതിനാന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് നടത്തുവാണെങ്കിൽ അത് തെളിവാണല്ലോ. ഇന്നത്തെ ഓൺലൈൻ പേയ്മെന്റ് നമ്മൾ നടത്തുന്നുള്ളൂ. അപ്പൊ നമ്മൾ എവിടെ പോയാലും ഇവന്മാർ ഇങ്ങനെ പറയുക ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാം. ഓൺലൈൻ പേയ്മെന്റ് അല്ലാതെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ക്യാഷ് കൊടുക്കാവൂ. ക്യാഷ് കൊടുത്താൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസീറ്റ് വേണം. അല്ലെങ്കിൽ ക്യാഷ് കൊടുത്താൽ നമുക്ക് തെളിവൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ വലിയ നമ്മൾ വേറെ ഇങ്ങോട്ടൊക്കെയാണ് താമസിക്കുന്നത്. വേറെ അവർ കേരളത്തിലാണ് താമസിക്കുന്നത് ഉണ്ടാക്കുന്നത്. എന്റെ തീയ നമുക്കാണെങ്കിൽ ഞാൻ നിനക്കറിയാലോ നല്ലവരെ എന്തെങ്കിലും കടിച്ചു വണ്ടിച്ചുള്ള വിദ്യയുണ്ടോ? നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്. ശരിയാ, സ്നേഹിച്ചതെന്ന് നമ്മളെ കടിച്ചിട്ടുള്ളൂ ആണോ അല്ലയോടാ? നമ്മളെ സ്നേഹിച്ച് കണ്ടവരെ കാട്ടിൽ വന്നിട്ട് പോയിട്ടുണ്ടോ? നിനക്കറിയാമല്ലോ. അല്ല എന്റെ അമ്മയെന്ന് പറയുന്നത് മുത് കളിയാടാ. എനിക്കിപ്പം നമുക്ക് ആരെയും വിളിക്കാൻ വേണ്ടി കഴിയില്ല. ആരൊക്കെ എന്നെ പറയും നിന്നോട് പറയുകയാണെങ്കിൽ എന്നോട് എന്നെ ഭ്രാന്താശുപത്രി വരെ കൊണ്ടിട്ട് നിനക്കറിയാമോ പിന്നെ? ഞാൻ അനുഭവിച്ചതിന് അവനെ ശരിക്കുണ്ടല്ലോ. ഇതിന് 100 ജന്മം ഇനിയും ജനിച്ച് മരിച്ചാലുണ്ട്. അവന്റെ പാവം തീരത്തില്ല പല്ലപ്പട്ടിയെ. അവൻ വിചാരിച്ച അവന് ഇവിടെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ ഇവര് ഇവര് കല്യാണം കഴിച്ചല്ലോ. ഈ പീരെന്ന് പറയുന്നത് കല്യാണം കഴിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ചത്. എന്നിട്ട് വിചാരം വെച്ച് എന്നെ എങ്ങനെയെങ്കിലും കട്ടിയിട്ട് പതിയെ കൊണ്ടല്ലോ ഫ്ലാറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അവൾ അതിന്റെ വലിയ ആളാ. ഇവർക്ക് ബീഫാന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്നും കരുതി ഇവിടെ ഇന്ന് വരെ ഇവരുടെ കഴിച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ല. മുമ്പ് കണ്ടിട്ട് ജോലിയുണ്ടല്ലോ കൂടത്തായി. അവരുടെ കഴിച്ച് ഉപയോഗമുണ്ട്. കൂടോത്രം എല്ലാം ഉണ്ട് ഇവിടെ കയ്യിൽ. എനിക്ക് തന്നത് എനിക്കറിയാം. കൂടോത്രാമ തന്നത് ഇവിടെ അന്ന് നാഗർകോവിൽ ഒരിക്കൽ ഇവിടെ ഭർത്താവ് വേണം മുരളി അവരെ ഭാഗമായിരുന്നു. അങ്ങനെയാണ് കളിച്ചത്. അവരെ കൊണ്ട് നാഗർകോവിൽ എടുത്ത് പോയിട്ട് ഇവിടെ 4-5 കഴിച്ചതല്ലോ. കഴിച്ച് മുഖം ചെത്തി കഴിച്ച് പിന്നെ വെറ്റിയിലൊക്കെ അങ്ങനെ പൊതിച്ച് എല്ലാം കുത്തിക്കെട്ടിയ സാധനം പിന്നെ പോയ പഴയ കടലിപ്പാടെല്ലാം ജനിച്ചോണ്ട് നമുക്ക് കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് ഞാനും എന്റെ കൊച്ചു തിന്നണമെന്നായിരുന്നു കേട്ടോ. ഇത് നമ്മളെ നമുക്കതൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ നമുക്ക് ഒന്നാമത് നമ്മുടെ അച്ഛന്റെ വീട്ടുകാർ ചെയ്തത് പറ്റായിരുന്നു. അപ്പൊ അവിടെ ഇവിടെ ശത്രുദോഷത്തിനാണ് എന്നാ പറയുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഒന്നും പോയി നമുക്കറിയത്തില്ലല്ലോ. ഇവിടെ മനസ്സിലിരിക്കും ഇവിടെ ആര് ഇവിടെ പിന്നെ നോട്ടം കൊണ്ട് നമുക്ക് ചില നോട്ടം കൊണ്ട് ചിലവന്മാരെ നോക്കിക്കോണം. ദിവസം വെച്ചാൽ ഇവിടുമാരുടെ നോട്ടം ശരിയല്ലെന്നുള്ളത് മനസ്സിലാവും ചിലവന്മാരുടെ കേട്ടോ. ഞാനൊക്കെയാണെങ്കിൽ വലക്കിട്ട പേരിട്ടാൻ കഴിച്ചിടും. അങ്ങനെയുള്ളവരെ പേടിക്കണ്ട. ഈ ഭയങ്കര എന്താ പറയുന്നത് മനസ്സിനുള്ളിൽ വെച്ചിങ്ങനെ ഭയങ്കര ചിലക്ക് നല്ല ശീലം കാണിക്കുന്നവരുണ്ടല്ലോ. ശരിക്കും മൂന്നുപള്ളികളവന്മാര് ഈ പുറത്ത് കടമിടാൻ എന്തുവാ ഇങ്ങനെ പറയുന്നവരുണ്ട്. ഇതിനർത്ഥമൊന്നുമില്ല. അവരെ എല്ലാം പറയും. അങ്ങനെയുള്ളവരാ. അറിയാമോ നിനക്കത്? എന്താ ഈ ഒന്നും ഇല്ലാത്ത
ഉപ്പും എല്ലാം കൂടെ രാത്രി മാത്രം ഉപ്പും അച്ഛൻ്റെ ഇപ്പൊ അച്ഛനും ഉണ്ട് അമ്മയാണ് എന്തെങ്കിലും ഉള്ളത് അമ്മ ഇതിലോട്ട് ഉപ്പും പകരെല്ലാം ഇതിലോട്ടുണ്ട് വിറ്റിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞില്ല നിന്നോട്. ഞാന് ഡിവോഴ്സ് നടന്നത് 2018 ആ പെങ്ങളുടെ വീട്ടിൽ എനിക്ക് പോകുന്നതാണ്. എന്നിട്ട് വീട്ടിലിരിക്കാതെ ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ഒരു സാറിനെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങേലേക്ക് മാസം ആദ്യം 10,000 രൂപ, പിന്നെ ആഴ്ചയിലാഴ്ച 2,000 രൂപ മാനം മര്യാദയ്ക്ക് ഞാൻ അവിടെ നിന്നോണ്ടിരുന്നതാ. നിന്നോട് പറയാനാണെങ്കിൽ അത് ഇവർ കലക്കി. എന്നിട്ട് നമ്മള് ഞായറാഴ്ച വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം തുടങ്ങിയ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെ തിരിച്ചു പോകുന്നത്. അപ്പം ഈ 2,000 രൂപ എനിക്ക് ആഴ്ച കിട്ടുമല്ലോ. അത് പിടിച്ചു പഠിക്കാനായിട്ട് സുമേന്ന് പറയുന്ന മറ്റേ വീട്ടിൽ വന്നിരിക്കും. നിങ്ങൾക്ക് അറിയാവോ? നമുക്കന്ന് നിനക്കറിയാമോ ഈ കാശൊക്കെ കൊടുക്കുന്ന രീതിയായിരുന്നു എനിക്കുള്ളത്. നിനക്കറിയില്ലയോ? അങ്ങനെ ഇപ്പോഴാണ് നമ്മുടെ ജീവിതം പഠിച്ചത്. ഇപ്പൊ ഓരോ വണ്ടിക്ക് വാങ്ങി കൊടുക്കത്തില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെലവിന് 30,000 രൂപ ഇപ്പൊ 35,000 രൂപ അയച്ചെന്നുള്ള കാരണം തന്നെ ഇവന്മാർക്ക് പല ഉദ്ദേശങ്ങളായി. ഇവിടെ ഒത്തിരി ഇവന്മാര് മൂന്ന് കണ്ണികളാണ്. പല നമ്മുടെ ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഗതി എന്തിനു അറിയാമോ? നമ്മുടെ ജോലി പോയി അങ്ങനെ ഇങ്ങനെ നമ്മൾക്ക് അറിയാതെ നമ്മളെ ഡിപ്പെൻഡന്റ് ഒക്കെ ആക്കി വെച്ചുകൊണ്ട് പല പല രീതികൾ നിങ്ങളുടെ വീട്ടിൽ കൊല്ലുന്നത് ഈ ലൈഫ് ഇൻഷുറൻസിന് വേണ്ടി കൊല്ലുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ടല്ലോ. നിന്റെ തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ വയസ്സായി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എഴുതുന്നതിന് എല്ലാം ഉദ്ദേശങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആരെ വിശ്വസിക്കാൻ കൊണ്ടത് നിന്റെ ലൈഫ് നിന്റെ കയ്യില. മനസ്സിലായോ? ഈ ഒറ്റ ആളുകളെ നിന്റെ അഭിപ്രായം, ഒറ്റ പെണ്ണുങ്ങളെ, ഒരൊറ്റ നിന്റെ മോളെ പോലും വിശ്വസിക്കരുതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കേട്ടോ? എന്ന് വെച്ചാൽ ഇവിടുന്നൊക്കെ ഒത്തിരി ആളുകളുടെ കയ്യിൽ ഇപ്പൊ ഈ കോഴ്സ് കാര്യങ്ങളുണ്ട്. ഈ ആക്ടിങ് കോഴ്സ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. നമുക്ക് പലതും എന്ന് പറയുന്നമാര് അതുപോലെ പല രീതിയിലുള്ള ഇവിടുന്ന് കയ്യിലുള്ള ലേഖനം നമ്മുടെ മുടി പറയാൻ വേണ്ടിയിട്ട് തലയിലോട്ട് ലേഖനം അടിക്കുക പല പല അതൊക്കെ ആളുകൾ ഗൂഗിളിൽ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒത്തിരി. ഇതിന്റെ ഹവാന സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് അറിയാമോ? ഹവാന സിൻഡ്രോം അറിയാവോ? അതാണ് നമുക്ക് ചിലവർക്ക് ഒന്നും അറിയത്തില്ല. അതൊക്കെ നീ വായിച്ചു നോക്കണേ. നീ ഒരു അഡ്വക്കേറ്റ് ആണല്ലോ. അതുപോലെ ഡയറക്ടർ എനർജി വെക്കണം എന്ന് പറയുന്ന സംഗതിയുണ്ട്. പിന്നെ ഒന്ന് കണ്ടില്ലേ ഇതിന്റെ മുഖം വിളിക്കുന്നത് അങ്ങനെ വിളിക്കാം. നീ വെക്കല്ലോ. ഹലോ ആ ആ ആ ആ മിഡിൽ ഐഡിയ